ബന്ധു നിയമനങ്ങൾക്കെതിരെ പിണറായി സർക്കാരിനെതിരെ ഒരുപാട് തവണ ഘോരഘോരം പ്രസംഗിച്ചവരാണ് കോൺഗ്രസ്സുകാർ. ഇപ്പോൾ സണ്ണി ജോസഫ് മന്ത്രിയുടെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വന്നപ്പോൾ അതിനെ തടുക്കാനായിട്ട് അവസാനം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ നാണക്കേടായി എന്നും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അളിയൻ രാജിവെക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഇതെന്നാ പിന്നെ തുടക്കത്തിലെ ഇതങ്ങ് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ പോരായിരുന്നോ സർ? അല്ല, എനിക്ക് ആ അഭിപ്രായമില്ല. അതെന്താ സർ? എനിക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹം തുടർന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ബെന്നി തോമസ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ മാധ്യമങ്ങൾ പറയുന്ന കള്ളത്തിനനുസരിച്ച് ഇവരിങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതെന്താ കാര്യം എന്ന് പറഞ്ഞുതരാം. ഈ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വെക്കുന്ന ആൾ ഗവൺമെന്റിലേക്ക് എടുക്കുന്ന ജോലിക്കാരനാണോ? അല്ല. പിന്നെ എങ്ങനെ നിയമിക്കണമെന്ന് പറഞ്ഞേ? മറ്റേ PSC വഴി ആപ്ലിക്കേഷൻ അടിച്ച് അപേക്ഷയൊക്കെ എഴുതി ആളുകളെ കൃത്തി പരിശോധിച്ച് മിടുക്കരായിട്ടുള്ള ആളുകളെയാണ് നോക്കുന്നത്. ഇത് വെച്ചത് ഇപ്പോൾ ഈ പുള്ളിയുടെ അളിയനെ വെച്ചത് കൊണ്ടിട്ട് വേറെ ആരുടെയെങ്കിലും ഒരു അവസരം നഷ്ടപ്പെടും. ഇനി പുള്ളിയുടെ അളിയനെ വെച്ചില്ലെങ്കിൽ ആരെയായിരിക്കും വെക്കുക? പുള്ളിക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും തന്നെ വെക്കും, അല്ലേ? അല്ലാതെ പുള്ളിയുടെ താല്പര്യമുള്ള ആരെങ്കിലും തന്നെ വെക്കുള്ളൂ. അല്ലാതെ മറ്റേ ഇവരുടെയൊക്കെ ഇപ്പോൾ ഗ്രൂപ്പിൽ ഓരോരുത്തരും ഇപ്പോൾ ബിന്ദു കൃഷ്ണയുടെ, ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് മനഃപൂർവ്വം പോകാനില്ല, കാരണം ഇതിൽ പലരും എനിക്ക് പരിചയമുള്ള. അപ്പോൾ ബിന്ദു കൃഷ്ണയുടെ, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മുടെ കലാ സാംസ്കാരിക മന്ത്രി ഉണ്ടല്ലോ മറ്റേ സിനിമയുടെയൊക്കെ PC വിശ്വനാഥിൻ്റെ, അതുപോലെ BD സതീശൻ്റെ, ഇതിലേക്കൊക്കെ ആരെ വെച്ചേക്കണത്? ആരെ വെക്കണത്? ഇനി CPM-ൻ്റെ നേതാക്കന്മാരാണെന്ന് ചോദിക്കും, അവർ പാർട്ടിക്കാരെ വെക്കും. അല്ലാതെ ഇത് എന്താ പബ്ലിക്കായിട്ട് തുറന്നിട്ടേക്കുന്ന ഒരു സാധനമാണ് ഇത്? അല്ല. ഞാൻ ചോദിക്കുന്നത് ചോദിച്ചു, എന്തുവേണമെങ്കിലും ചോദിച്ചു. ചോദിക്കുന്നത് സാറ് രാവിലെ ട്രോളാണ് ഈ പറയുന്നത് പോലെ ഒരു വിഭാഗം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുൻ സർക്കാർ ചെയ്യുമ്പോൾ ഇതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ ഇപ്പോഴത്തെ ഈ സർക്കാർ വരുമ്പോൾ ഇത് തിരിച്ച് പറയുന്നത്. എന്നാൽ സാറ് പറഞ്ഞ പോലെ ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടരും വലിയ ഞാൻ താങ്കളോട് പറയാം, മുൻ സർക്കാർ ചെയ്തതിൽ ശരികേട് എവിടെയാണെന്ന് ഞാൻ പറയാം. ഞാനത് തുറന്നു പറയാം, എനിക്ക് മടിയൊന്നുമില്ലല്ലോ, കാരണം ഞാൻ ആരുടെ നിന്ന് കാശൊന്നും മേടിച്ചിട്ടില്ല. ഈ മുൻ സർക്കാർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ബന്ധു നിയമനത്തിൻ്റെ പേരിൽ 2 പേർക്കാണ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത്. ഒന്ന് KT ജലീലാണ്. KT ജലീൽ ചെയ്തതെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ഓഫീസറായിരുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് KT അദീബ് അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ വിളിച്ചുകൊണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരനാക്കി ഏറ്റവും മെയിൻ ഉദ്യോഗസ്ഥനാക്കി വെച്ചു എന്നുള്ളതാണ്, ചീഫാക്കി വെച്ചു. അതിലൊരു തെറ്റുണ്ട്. കാരണം എന്താണ്? അതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ല, മനസ്സിലായി? അതൊരു പൊതുമേഖല സ്ഥാപനത്തിന്റെ MD ഡുക്കാണ്. ഓക്കെ, KT ജലീൽ അതിന് കാശ് മേടിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഭവം ഉണ്ടാവുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. KT ജലീൽ ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായി തന്നെ വെച്ചതായിരിക്കും. എന്താ വെച്ചാൽ KT അദീബും മിടുക്കനായിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് അയാളെ കൊണ്ടുവന്ന് വെച്ചാൽ ഈ പ്രസ്ഥാനം രക്ഷപ്പെടുമെന്നൊക്കെ വിചാരിച്ച് വെച്ചതായിരിക്കും. പക്ഷെ നമ്മുടെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതിനും എന്തിനും അങ്ങോട്ട് മാധ്യമങ്ങൾ പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ അത് തെറ്റുമാണ്, കാരണം അങ്ങനെ വെക്കാൻ പാടില്ല. KT ജലീൽ ചെയ്തത് ശരിയല്ല. പിന്നെ അടുത്തത് എന്താണ്? പിന്നെ അടുത്തത് EP ജയരാജൻ്റെ കേസിലാണ് ബന്ധു നിയമനത്തിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു. അതെല്ലാം തന്നെ ഒരു ഗവൺമെൻറ്റിൽ നടത്തിയിട്ടുള്ള മറ്റു തരത്തിലുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആണ്. ഇതങ്ങനെയല്ലത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവരുടെ കുത്തകാവകാശമായിട്ട് ഇവർക്ക് കൊടുക്കുന്ന കാര്യമാണ്. കാരണം 5 കൊല്ലത്തേക്കുള്ള കാര്യം മാത്രമാണ്. മനസ്സിലായ? യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കണം. ഞാനടക്കം വിമർശിച്ചിട്ടുള്ള ഒരു കാര്യം ഇനി ഞാൻ താങ്കളോട് പറയാം. അതെന്താണെന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ദിവ്യ എന്ന് പറയുന്ന ഇപ്പോൾ ഈ മറ്റേ ഒരു പെങ്കൊച്ചി, ആ പെങ്കൊച്ചി മറ്റേ ആർഷോ കല്യാണം കഴിച്ചു. PM ആർഷോ എന്ന് പറഞ്ഞാൽ SFയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കല്യാണം കഴിച്ചു. നമുക്കറിയായിരുന്നു SFയുടെ പുള്ളിക്കാരനും അവർ രണ്ടുപേരും തമ്മിൽ പ്രണയമാണെന്നൊക്കെ നമുക്കറിയായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരി ഇവിടെ മഹാരാജാസ് കോളേജിലേക്ക് ഒരു വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. ഹാജരാക്കി, കറക്റ്റാണ്. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, ശരിയാണ്. പക്ഷെ ഞാനടക്കമുള്ള ആളുകൾ ഒട്ടും പ്രപ്പോർഷണലായിട്ട് അല്ലാതെ പുള്ളിക്കാരി വിമർശിച്ചു. പക്ഷെ ആ പോസ്റ്റ് എന്താണെന്ന് ഞങ്ങൾക്കറിയോ? ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ, അതായത് ഒരു ഗസ്റ്റ് ലെക്ചറിൻ്റെ പോസ്റ്റാണ്. അതായത് പണിയെടുക്കാൻ വിളിച്ചാൽ ചെല്ലണം, ആ ചെല്ലുന്ന ദിവസത്തെ മാത്രം ശമ്പളം കിട്ടുള്ളൂ. മനസ്സിലായി? അതിനാണ് ഒരു വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട്. അത് ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ അത് അത്രയും ഗൗരവമുള്ളൊരു കാര്യമുള്ളൂ, അല്ലാതെ ആജീവനാന്തകാലം ജോലി കിട്ടുന്നൊരു കാര്യമല്ല. ഇവിടെയും എന്താണ്, ഇത് 5 കൊല്ലം ഈ മന്ത്രി ഇരിക്കുമ്പോൾ മാത്രമേ ഇതിൽ കാര്യമുള്ളൂ. ഇനി ബാക്കിയുള്ള ഇപ്പോൾ CP ജോണൊക്കെ നിരവധി മന്ത്രിമാരുണ്ട്. ആ മന്ത്രിമാരിൽ പലരും ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ 2.5 കൊല്ലം ഒരു ടീമിന് കൊടുക്കും, 2.5 കൊല്ലം അടുത്ത് അവരുടെ പാർട്ടിയിൽ വേറൊരു ടീമിനാണ് പലരും കൊടുത്തുകൊണ്ടിരുന്നത്. എന്താ കാര്യം എന്നറിയോ? 2 കൊല്ലം കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും. പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് 3000 രൂപയ്ക്ക് കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ആളുകൾ പറഞ്ഞ പോലെ 15,000 50,000 രൂപ 1 ലക്ഷം രൂപയൊന്നും പെൻഷൻ കിട്ടൂല. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഒരു മന്ത്രിക്ക് അയാളുടെ ഫങ്ഷനിങ് സ്മൂത്താക്കി കിടക്കാൻ അയാൾക്ക് താല്പര്യമുള്ള ആളുകളെ വെച്ചോളാൻ പറഞ്ഞ് നമ്മൾ കൊടുത്ത പോസ്റ്റാണ്. ആ പോസ്റ്റിലേക്ക് അളിയൻ വേണ്ട, വീട്ടിലെ സർവൻ്റ് ആയാൽ കുഴപ്പമില്ലെന്നാണ് പറയണം.
അതാണ് കാര്യം. ഇത് പുള്ളി അല്ലാതെ ഇതിൽ വേറെ പൊതുജനത്തിന് നഷ്ടമുണ്ടാകുന്ന ഒരു കാര്യം ഇതിനകത്തില്ല. പിന്നെ ബെന്നി തോമസ് അദ്ദേഹം 2 തവണ അവിടെ ശരിക്കും പഞ്ചായത്ത് മെമ്പറായിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം ഇപ്പം DCCയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. അദ്ദേഹം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അഴിമതിയോ പ്രശ്നമോ ഒന്നും ഇതുവരെ അങ്ങനെ വലിയ തോതിൽ കേൾക്കാത്ത ഒരാളാണ്. അപ്പോൾ പറയുന്നുണ്ട് കേട്ടോ, വേറെ അഴിമതി പലതുമൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ഏതോ ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വിജിലൻസ് അന്വേഷണം കിട്ടുന്ന പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് വിജിലൻസിൽ പരാതി കൊടുത്ത് അപ്പോൾ അന്വേഷണം വരും. പ്രജിതക്കെതിരെ അന്വേഷണം വരും, എനിക്കെതിരെ അന്വേഷണം വരും. മനസ്സിലായ? അത്രേ ഉള്ളു കാര്യം. അപ്പൊ അത് പഞ്ചായത്ത് പ്രസിഡന്റായി വന്നുള്ള ആരോപണമുള്ളൂ. അപ്പൊ അദ്ദേഹത്തെ നിയമിച്ചു. ഇനി അദ്ദേഹത്തെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സണ്ണി ജോസഫ് സാറിനൊന്നും ഇത് അറിയാൻ പാടില്ലാണ്ടാണെന്ന് ഞാൻ പറയും. പുള്ളിനെ നിയമിക്കേണ്ട ആവശ്യമില്ല. പുള്ളിനോട് പറഞ്ഞാൽ മതി, ഒരു നിയമനവും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിയമിച്ച ആകെയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരു 1.5 ലക്ഷം രൂപ ശമ്പളവും കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. നിയമിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ആ ഓഫീസിൽ വന്ന് കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞാൽ പോരെ. പുള്ളിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ പുള്ളി അപ്പോയിന്റ് ചെയ്യുന്ന എല്ലാവരോടും പുള്ളി പറയും എൻ്റെ അളിയനോട് റിപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യണോട്ടാന്ന് പറഞ്ഞാൽ പുള്ളിയോട് വെറുതെ നിന്നാൽ മതി. പുള്ളി മിടുക്കനാണെങ്കിൽ ഈ 1.5 ലക്ഷം രൂപയുടെ ഒന്നും ആവശ്യമില്ല. പുള്ളിക്ക് മാസം ഒരു 5 കോടി രൂപ ഉണ്ടാക്കാം. ബാക്കി എല്ലാ കാര്യവും നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ 2 സൈഡും കാണും. ഇപ്പം ചില MLA മാർ, ഇപ്പം ഞാൻ പറയുന്നത് CPMൻ്റെ നിരവധി MLA മാർ അവരുടെ ഭാര്യമാർക്ക് ജോലി മേടിച്ചു കൊടുത്തിട്ടുണ്ട്, വലിയ നേതാക്കന്മാർ. ശരിയാണ്, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു അണ്ടി ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ശരിയാണ്, തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അപ്പോഴും പ്രജിത മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? അവർ അതായത് കാശുണ്ടാക്കാൻ തീരുമാനിച്ചവരാണെങ്കിൽ ഈ പണിക്ക് കിട്ടേണ്ട ഈ വെറുതെ മാസം ഈ മഴയത്തൊക്കെ എഴുന്നേറ്റ് പണിക്ക് മുഴുവൻ പോയിട്ട് 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാൽ ആ പണിക്ക് കിട്ടേണ്ട ആവശ്യമില്ല ഒരു മന്ത്രിക്ക്. ഒരു മന്ത്രി വെറുതെ ഒപ്പിട്ട് കൊടുത്താലോ ചെറുതായിട്ടൊന്ന് വളഞ്ഞാലോ പോലും എന്ത് കിട്ടും? കോടിക്കണക്കിന് രൂപ കിട്ടും. മനസ്സിലായോ? പക്ഷെ അങ്ങനെയെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വഴിവിട്ടിട്ടുള്ള നിയമനങ്ങളെ എങ്ങനെയാ സാർ സാധൂകരിക്കുക? ഇതൊരു വഴിവിട്ടൊക്കെ നിയമനമല്ലെന്ന് ഞാൻ പറയടാ. സണ്ണി ജോസഫിന്റെ അല്ല ഞാൻ പറയണത്. ഇതിന് മുമ്പ് എന്താണ് PK ശ്രീമതി ടീച്ചർ തന്നെ സ്വന്തം മരുമകള് കുക്കായിട്ട് നിയമിച്ചിട്ടുണ്ട്. അപ്പോഴും ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ വേറൊരു കാര്യം താങ്കളോട് പറയട്ടെ. പല മന്ത്രിമാരുടെയും സ്റ്റാഫിലേക്ക് ചിലരെയൊന്നും വെക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ആവശ്യമുള്ള ആളുകളെ വെക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയോ? അവരുടെ ആളുകളെ നിങ്ങൾ പറയണ ഒരാളെ വെച്ചോ, എന്നിട്ട് ശമ്പളം പകുതിയാക്കിക്കോ എന്ന് പറയുന്ന കേസ് പോലും ഉണ്ട്. അതായത് മറ്റയാളുടെ അക്കൗണ്ടിലായിരിക്കും വരിക, 1 ലക്ഷം രൂപ വരിക. എന്നിട്ട് എന്ത് ചെയ്യുക? 50,000 രൂപ റെക്കമെൻഡ് ചെയ്ത ആൾക്കും കൊടുക്കുക, ഇവർക്കും കൊടുക്കുക. മറ്റേ പുള്ളിയും ഇവർക്ക് വേണ്ടി തന്നെ വർക്ക് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായേ? ഇത്തരത്തിലുള്ള പല കാര്യവും നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ലീഗലി കൃത്യമായിട്ട് ഒരാൾ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ തലവേദനയായിട്ട്. സത്യം പറഞ്ഞാൽ സണ്ണി സാറിനോട് ഞാൻ ഈ സമയത്ത് കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്താലേ സാറേ അങ്ങനെ വെക്കരുത്. പകരം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് എന്ത് ചെയ്യണം? ആ പുള്ളീനെ വെറുതെ അവിടെ നിർത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആരോടെങ്കിലും പറയണം ഇത് എന്ത് ചെയ്തോളൂ. വേറെ പല പരിപാടികളും ശരിക്കും പറഞ്ഞാൽ അവിടെ യൂണിയൻകാർ പോലും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കണം. KSEBയുടെ യൂണിയൻകാരുടെ ഡയറി അടിക്കുന്നതിന് കോടിക്കണക്കിന് രൂപ പരസ്യം കിട്ടണം. അപ്പോൾ പിന്നെ ഒരു മന്ത്രിയുടെ അളിയൻ അവിടെ നിന്ന് വെറുതെ ഈ 1.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഈ 1.5 ലക്ഷം രൂപയ്ക്ക് പ്രജിത ഇപ്പം നമ്മൾ സാധാരണക്കാർ കേൾക്കുമ്പോഴാണ് വലിയ എമൗണ്ട്. ഒരു മന്ത്രിയുടെ ഓഫീസിലൊന്നും 1.5 ലക്ഷം രൂപയൊന്നും എന്തല്ല. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പല നാടൻ യൂട്യൂബേഴ്സും ഒക്കെ കൂടി അങ്ങോട്ട് ഇരുന്ന് തള്ളും. എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്നു. എത്ര ലക്ഷം? 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം 18 ലക്ഷം രൂപ വരും. ഈ 18 × 5 എത്രയാണ്? കൂടി വന്ന് എത്ര രൂപ വരും? എത്ര വരും? അപ്പം കൂടി വന്നൊരു 70 ലക്ഷം അല്ലെങ്കിൽ 80 ലക്ഷം രൂപ വരുമെന്ന് വരിക. ഇത്ര വല്ല വരുള്ളൂ. ഇതുണ്ടാക്കാനായിട്ട് ഒരു ഫയലിൽ എന്ത് ചെയ്താൽ മതി? 200 കോടി രൂപയുടെ 500 കോടി രൂപയുടെ പവർ പ്രൊജക്റ്റുകളും പ്ലാന്റും ഒക്കെയാണ് വരുന്നത്. അതിൻ്റെ മെയിൻ്റനൻസ് കോൺട്രാക്ടർ എത്ര വരുന്നത് നിങ്ങൾ പഠിക്കുക. ഇതൊക്കെ അറിയാഞ്ഞിട്ടാണ്. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല. പവൻകുമാർ ബൻസൽ എന്ന് പറയുന്ന പഴയൊരു മന്ത്രിയുണ്ട് കോൺഗ്രസിൻ്റെ. ക്ലീൻ ആണെന്ന് പേര് കേട്ടൊരു മന്ത്രിയാണ്. മനസ്സിലായോ? ഞാൻ ഇപ്പോൾ ഒരാളുടെ കേസേ പറയുള്ളൂ കേട്ടോ. നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയപ്പോൾ ഇതുപോലെ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വെസ്റ്റ് ബംഗാളിലുണ്ടായിരുന്നു, മമതാ ബാനർജിയുടെ കയ്യിൽ. ക്ലീൻ ആയിട്ടുള്ള ഒരു ഇമേജാണ് അയക്കുണ്ടായിരുന്നത്. പക്ഷെ അയാളാണ് മറ്റേ ക്യാമറയിൽ പെട്ടിട്ട് കാശ് ഇതിങ്ങനെ മേടിച്ചിട്ട് വെക്കണേണ്ടത്. ആ കാശ് മേടിക്കാൻ വേറെ ആരെങ്കിലും ഏർപ്പെടുത്തിയാൽ മതി. പക്ഷെ അതിന് പോലും വിശ്വാസം ഇല്ലാണ്ടാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അല്ലെങ്കിൽ സ്വന്തം കൈ കൊണ്ട് കാശ് മേടിക്കണോ? അപ്പോൾ അങ്ങനെ കാശ് മേടിച്ച് വെച്ചാണ് ഈ പവൻകുമാർ ബൻസലിനെതിരെ ഒരു കേസ് വന്നത്. എന്താ കേസ് അറിയോ? 1 കോടി രൂപ അയാളുടെ അനന്തരവൻ ഒരു കൈക്കൂലി മേടിച്ചു എന്നാണ്. രസകരമായ കേസാണ്. കേസ് തീർച്ചയാക്കണം. കൈക്കൂലി മേടിച്ചെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രമോഷൻ കിട്ടാൻ വേണ്ടി 3 കൊല്ലം കൂടി പ്രമോഷൻ കിട്ടിയാലും അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. ആ 3 കൊല്ലത്തേക്ക് ഒരു പ്രമോഷൻ കിട്ടി ഒരു പോസ്റ്റിലേക്ക് ഇരിക്കാൻ വേണ്ടി 1 കോടി രൂപ കൈക്കൂലി കൊടുത്തു. 3 കൊല്ലം ഏതൊരു ഗവൺമെൻറ് ജോലിയിൽ ഇരുന്നാലും 1 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തിനു കൈക്കൂലി കൊടുത്തു? ജനം ഇതൊക്കെ വെറുതെ വായിച്ചങ്ങോട്ട് തള്ളും. മനസ്സിലായി? ജനത്തിനൊരു പുകപടലം ഉണ്ടാക്കിയാൽ മതി. പവൻകുമാർ ബൻസൽ നീറ്റാണ് ഇത്.
എന്താ കൈക്കൂലി കൊടുത്തതെന്ന് അറിയോ? ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പോസ്റ്റ് ഉണ്ട്, ടെക്നിക്കൽ ഡയറക്ടർ. ആ ടെക്നിക്കൽ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു വലിയ പോസ്റ്റാണ്. ആ ടെക്നിക്കൽ ഡയറക്ടർ പോസ്റ്റ് 3 കൊല്ലത്തേക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ ഉദ്യോഗസ്ഥൻ മന്ത്രിയുടെ അനന്തരവന് 1 കോടി രൂപ കൈക്കൂലി കൊടുത്തു. 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ 100 ലക്ഷം രൂപയായിട്ട് ഇന്നും അല്ലെന്ന് വിചാരിക്കണം. ഇന്നല്ല, വൈറ്റ്ലയിൽ 2 ലക്ഷം രൂപ സെന്റിന് സ്ഥലത്തിനുള്ളപ്പോഴാണ് പുള്ളി 1 കോടി രൂപ എന്ത് ചെയ്യണത് കൊടുക്കണം. ആരും ഒരു ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ എങ്ങനെ 1 കോടി രൂപ ഉണ്ടായി? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ 3 കൊല്ലം കൊണ്ട് ഇയാൾ എങ്ങനെ ഈ 1 കോടി രൂപ തിരിച്ചു പിടിക്കും? എന്താ കാര്യം എന്നറിയോ? സിമ്പിളാണ് ലോജിക്ക്. 1 കൊല്ലം ഇന്ത്യൻ റെയിൽവേ കൊടുക്കുന്ന കോൺട്രാക്റ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 12,000 കോടി രൂപയാണ്. അപ്പൊ 3 കൊല്ലത്തേക്ക് 36,000 കോടി രൂപയുടെ കോൺട്രാക്ട് ഏറ്റവും കുറഞ്ഞത് റെയിൽവേ കൊടുക്കും. അതിന്റെ അവസാന വാക്ക് ഇയാളാണ് എന്ന് പറയുമ്പോൾ അരിവശം കഴിക്കുന്ന ആർക്കും അറിയാം, ഒപ്പിടുന്നതിന് മുമ്പ് ഒരു 300 കോടി ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ തീരുമാനിക്കണവൻ ഈ ജോലിക്ക് പോണ കാര്യം വിചാരിക്കുമോ? അതിന് ആവശ്യമില്ല. പിന്നെ വളരെ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കി, ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളുടെയൊക്കെ പഴയ സ്വത്ത് എപ്പോഴാണ്, ഇപ്പോഴത്തെ സ്വത്ത് എപ്പോഴാണ്? തട്ടിൽ എസ്റ്റേറ്റിൽ ജോലിക്ക് നിന്നിരുന്ന കെ കരുണാകരൻ്റെ ഇപ്പോഴത്തെ സ്വത്ത് എന്താണ്? ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ അസറ്റ് എന്താണ്? പണ്ടത്തിൻ്റെ അസറ്റ് എന്താണ്? എന്ത് ജോലിയാണ് ചെയ്തിട്ടുള്ളത്? എന്ത് ബിസിനസ്സാണ്? ഇവിടെ അല്ല എം പിമാരുടെ എല്ലാവരും അന്വേഷിക്കും. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം കൂടി പറഞ്ഞാൽ ഇത് സണ്ണി ജോസഫ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്മുടെ പൂക്കി മീഡിയാസ് എന്നറിയപ്പെടുന്ന സംഘങ്ങളുണ്ട്. ആ പൂക്കി മീഡിയാസിന് സണ്ണി ജോസഫിന് ഇഷ്ടമല്ല. കാരണം എന്തുകൊണ്ടാണ്? സതീശനെ ലാസ്റ്റ് പാര വെച്ചതാണെന്ന് അറിയാവുന്നതുകൊണ്ടും ഈ പറയുന്ന പോലെ അങ്ങനെയുള്ളൊരു തോന്നലുള്ളതുകൊണ്ടും എന്ത് ചെയ്തു? സണ്ണി ജോസഫ് ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഇതങ്ങടെ ഏറ്റെടുത്തു. ഈ സത്യം ആരും പറയില്ല. 5 കൊല്ലത്തേക്കുള്ള ഒരു കാര്യമാണ്. ഇനി പുള്ളി മാറിയാലും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വരാൻ പോകുന്നത് മറ്റേ PSC നിയമനമോ അല്ലെങ്കിൽ സണ്ണി ജോസഫ് മറ്റേ എഴുത്തു പരീക്ഷയ്ക്ക് ആളെ ക്ഷണിച്ചിട്ടോ ഒന്നും അപ്പോയിന്റ് ചെയ്യാൻ പോകുന്ന ആളുകളല്ല. വേറെ എല്ലാ മന്ത്രിമാരുടെ എടുത്ത് വയ്ക്കും. അവർക്ക് തോന്നിയ ആളുകളാണ് അവരെടുത്ത് വെക്കണത്. ആ തോന്നിയ ആളുകൾ എടുത്തു നോക്കുമ്പോൾ പുള്ളിക്ക് വിശ്വാസമുള്ള ആൾ അളിയനായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അളിയൻ വന്നാൽ നമ്മൾ എതിർക്കും. അളിയൻ്റെ കുശിനിക്കാരൻ വന്നാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ. ഇനി സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ തുറന്നു പറയാം, ഇപ്പം അളിയൻ്റെ വീട്ടിലൊരു ഡ്രൈവർ ഉണ്ടെന്ന് വെച്ചാൽ പുള്ളീനെ ഈ പോസ്റ്റിലേക്ക് വെച്ചേക്കെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പുള്ളിയോട് പറഞ്ഞാൽ മതി, എന്നത് കാശ് കിട്ടുമ്പോഴത്തേക്കും നീ നിങ്ങൾ ചെയ്തേക്കണം, ബാക്കി നിനക്ക് സാധാരണ തന്നെ ശമ്പളം തന്നെയാണ് എന്ത് ചെയ്യും. ഇത്രയുള്ള കാര്യം. ഇതൊക്കെ വെറുതെ അസംബന്ധമാണ്. എന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കോട്ടൊക്കെ ഇട്ട് വന്നിരുന്ന് ചർച്ച. ഈ ചർച്ച ചെയ്യുന്ന 1-2 പേരെ പണ്ടില്ല അദാനിയുടെ കേസുണ്ടായപ്പോൾ ഞാൻ വിളിച്ചായിരുന്നു. എന്താണ് ഈ അദാനിയുടെ അഴിമതി എന്ന് ചോദിച്ചു. അദാനി 3 കോടി രൂപ $3 ബില്യൺ മറ്റേ അമേരിക്കയിൽ നിന്ന് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വലിയ അഴിമതി നടത്തിയിരിക്കുന്നു, ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ വൈകുന്നേരം രാത്രി വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഞാൻ റിപ്പോർട്ട്? അതൊന്നും അറിയാൻ പാടില്ല, ടെലിപ്രോംപ്റ്ററിൽ വന്ന് ഞാനങ്ങ് വായിച്ചെന്നുള്ളൂ. ഞാൻ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് കൂടി ഒന്ന് പറയാം. എന്നിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ചേക്കണേ. എന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ല എന്തെങ്കിലും അറിഞ്ഞാൽ പോയി ഒന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ഞാൻ 54 പേജിൻ്റെ റിപ്പോർട്ട് എടുത്ത് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത്, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതാണ് അതിൻ്റെ കണ്ടന്റ്. കുറച്ചധികം സമയം എടുക്കും. എന്നാൽ കുഴപ്പമില്ല പോയി, ഞാൻ വീഡിയോ കൊണ്ടുള്ളത്. ഞാൻ ഡൽഹിയിലെ വലിയ ബ്യൂറോ ചീഫിനെ വിളിച്ചു. അപ്പോൾ ആദ്യം വിളിക്കുമ്പോൾ ഭയങ്കര സ്റ്റൈലിലാണ്. ഹലോ, പറയൂ രതീഷ്, എന്താണ് ഡൗട്ട്? എന്താണ് പറയൂ. ഡൗട്ട് ഇതാണെന്ന് പറഞ്ഞോളൂ. അല്ല അങ്ങനെയല്ല, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ തന്നെ ഇതോ. അപ്പം അത്രേ ഉള്ള കാര്യം. പക്ഷെ ജനങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിലൊക്കെ വീഴും. സണ്ണി ജോസഫ് എന്തോ വലിയ അഴിമതി കാണിച്ചിരിക്കുന്നു. ഒന്നുമില്ല, ഒരു കാര്യമില്ല. പിന്നെ ഓക്കെ, മോറലി വേണമെങ്കിൽ ഇത് ശരിയല്ല എന്ന് പറയാം. പകരം എന്ത് ചെയ്യാം? പുള്ളിക്ക് ഇഷ്ടമുള്ള വേറെ ആരെങ്കിലും എടുത്തു. അത്രേ ഉള്ളു കാര്യം. ഇതിൻ്റെ മറ്റൊരു സൈഡ് കൂടി കാണണം എന്ന് മാത്രം ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നേ ഉള്ളൂ. എനിക്കൊരാളെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നുണ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കിയാൽ മതി.